ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധം അധ്യായം. അപ്പം നമ്മൾ ഇന്നലെ 21-ാം ശ്ലോകത്തിലാണ് നിർത്തിയതല്ലേ. അപ്പോൾ തക്ഷകനെ കാണാണ്ടായപ്പോൾ ജനമേജയ രാജാവ് എന്താന്ന് മഹർഷിമാരുടെ കാര്യം എന്താ, എന്താ എൻ്റെ തക്ഷകനെ കാണുന്നില്ലോ, എല്ലാ സർപ്പങ്ങളും വന്ന് വീണ് അഗ്നിയിൽ ചത്തുപോയി, എന്താ തക്ഷകനെ കാണാത്തതെന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ദേവേന്ദ്രൻ്റെ അടുത്ത് അഭയം തേടിയേക്കാണ്. ദേവേന്ദ്രൻ തക്ഷകനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ദേവേന്ദ്രനോടുകൂടി തക്ഷകനെ ആവാഹിക്കാൻ പറഞ്ഞു. അപ്പോൾ മഹർഷിമാരെ ആവാഹനം കണ്ട് നടത്തിയപ്പോൾ തക്ഷകൻ്റെ കൂടെ ദേവേന്ദ്രൻ കൂടെ അല്ലേ ആകാശത്തു നിന്ന് താഴേക്ക് വീണ ദേവേന്ദ്രൻ്റെ ആ സിംഹാസനം കടെ ഇളകി താഴേക്ക് പോരണ പോക്ക് കണ്ടപ്പോൾ അങ്കിരസ മഹർഷിയുടെ പുത്രനും ദേവാചാര്യനുമായിട്ടുള്ള ഭഗവാൻ ബൃഹസ്പതി വേഗം ജനമേജയ സഭയിൽ അങ്ങോട്ട് എത്തിയിട്ട് ജനമേജയ രാജാവിനോട് ഇപ്രകാരം അങ്ങോട്ട് പറഞ്ഞു. നൈഷത്വയാ മനുഷ്യേന്ദ്ര വധമർഹതി സർപ്പരാട് അനേന പീതം അമൃതം അഥവാ അജര അമരാ. മനുഷ്യേന്ദ്ര രാജാവേഷ സർപ്പരാട്, ഈ സർപ്പരാജാവ് ത്വയ അങ്ങയാൽ വധത്തെ നാർഹതി അർഹിക്കണില്ല. അനേന ഇവനാൽ അമൃതം പീതാമൃതം പാനം ചെയ്യപ്പെട്ടേക്കണു. അഥവാ അതുകൊണ്ട് തന്നെ അജരാമര ജരാമരണങ്ങളില്ലാത്തവനാണെന്ന് പറയാം. അപ്പോൾ ജനമേജയ രാജാവിൻ്റെ അടുത്ത് വേഗം ബൃഹസ്പതി പറയാ, മഹാരാജാവേ, ഈ സർപ്പരാജാവിനെ വധിക്കാൻ അങ്ങക്ക് സാധ്യമല്ല. എന്താ വെച്ചാൽ ഇവനെ അമൃതപാനം ചെയ്തവനായതുകൊണ്ട് ജരാമരണങ്ങളില്ലാത്തവനാണ്. ജീവിതം മരണം ജന്തൂർ ഗതി സ്വേനൈവ കർമ്മണ രാജാം തതു അന്യൂനാന്യസ്യ പ്രദാതാ സുഖ ദുഃഖയോ. ജന്തു പ്രാണിയുടെ ജീവിതവും മരണം നാശവും ഗതി പുണ്യലോകപ്രാപ്തിയും സ്വേന കർമ്മണായവ അവനവൻ്റെ കർമ്മത്തെ തന്നെയാണ്. രാജൻ്റെ രാജാവേ തഥാ അതുകൊണ്ട് അന്യസ്യ അന്യന് സുഖദുഃഖയോ സുഖദുഃഖങ്ങളുടെ പ്രതാവായിട്ട് അന്യന്. അപ്പോൾ എൻ്റെ അച്ഛനെ വധിച്ച ഇവനെ ഏതെങ്കിലും വിധത്തിൽ ഞാൻ ഹനിക്കുന്നുള്ള രാജാവിൻ്റെ ആന്തരാഭിപ്രായം അറിഞ്ഞപ്പോൾ അതിനൊരു സമാധാനം പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ ബൃഹസ്പതി. രാജാവേ, ഏതൊരു ജീവിയും ജീവിച്ചിരിക്കണവും മരിക്കണവും സ്വർഗാദിലോകങ്ങളിൽ പ്രവേശിക്കണവും അവരവരുടെ കർമ്മ നിമിത്തം മാത്രമാണ്. രാജാവേ, ഒരുത്തന് സുഖമോ ദുഃഖമോ കൊടുക്കാൻ അവൻ്റെ കർമ്മം മാത്രമല്ലാണ്ട് മറ്റ് സാധ്യമല്ല, മറ്റാരുമില്ല അവിടെ. സർപ്പച്ചൗരാഗ്നി വിദ്യുദ്ഭ്യ ക്ഷുത്രവ്യാധ്യാദിഭിർനൃപ പഞ്ചത്വം ഋച്ഛതേ ജന്തുർഭുങ്കത ആരബ്ധകർമ്മ തത്. സർപ്പച്ചൗരാഗ്നി വിദ്യുദ്ഭ്യ സർപ്പം ചോരൻ കള്ളൻ അഗ്നി ഇടുത്തി ഇതിനൊക്കെയും ക്ഷുത്രവ്യാധ്യാദിഭ്യ വിശപ്പ് ദാഹം വ്യാധികൾ ഇതൊക്കെ കൊണ്ടും ജന്തു പ്രാണി പഞ്ചത്വം നാശത്തെ ഋച്ഛതയെ പ്രാപിക്കും. തത് അത് ആരബ്ധകർമ്മ ആരംഭിച്ച കർമ്മത്തെ തന്നെ ഭുങ്കതെ ഭുജിക്കണമാണ്. അപ്പോൾ സർപ്പം ഒക്കെ പാമ്പേ ദുഃഖകാരനായിട്ട് കാണപ്പെടുന്നില്ലേ എന്നുള്ള രാജാവിന് സർപ്പമൊക്കെ ദുഃഖകാരൻ ആകാംക്ഷ പരിഹരിക്കുകയാണ്. ഈ സർപ്പങ്ങൾ കള്ളന്മാർ അഗ്നി ഇടുത്തി വിശപ്പ് ദാഹം രോഗാദിബാധകൾ ഇതൊക്കെ നിമിത്തം പ്രാണിവർഗം കാണപ്പെടുന്നത് സത്യം തന്നെയാണ്. എന്നാൽ സർപ്പാദികൾ നാശത്തിന് സ്വതന്ത്ര കാരണങ്ങളല്ല, പ്രാരാബ്ധകർമ്മത്താൽ പ്രേരിക്കപ്പെട്ട് നാശത്തിന് കാരണങ്ങളായി പുറമെ കാണപ്പെടുന്നു മാത്രമല്ലാണ്ട് സാക്ഷാൽ നാശകാരണം അതൊന്നുമല്ല. പ്രാരാബ്ധകർമ്മം തന്നെയാണ് രാജാവേ സുഖദുഃഖങ്ങൾക്ക് ആന്തരകാരണം. തസ്മാത് സത്രമിതം രാജൻ സംസ്ഥീയേതാഭിചാരികം സർപ്പാ അനാഗസൂദഗ്ധ ജനൈർനിഷ്ടം ഹി ഭുജ്യതേ. തസ്മാത് അതുകൊണ്ട് രാജൻ്റെ രാജാവേ ആഭിചാരികം നാശകാരനായിട്ടുള്ള ഇതം സത്രം ഈ യാഗം സംസ്ഥീയേത അവസാനിപ്പിച്ചാലും അനാഗസ അപരാധികളല്ലാത്ത സർപ്പങ്ങൾ ദഗ്ധാനവധി ദഹിച്ചു പോയില്ലേ. ജനങ്ങളാൽ ഇഷ്ടം കർമ്മം ഭുജ്യതേ ഭുജിക്കപ്പെടുന്നു നിശ്ചയം. അതുകൊണ്ട് എൻ്റെ മഹാരാജാവേ പരദ്രോഹകരായിട്ടുള്ള ഈ യാഗം
അവസാനിപ്പിക്കൂ. യാതൊരു അപരാധവും ചെയ്യാത്ത അനവധി സർപ്പങ്ങൾ അഗ്നിയിൽ വീണ് ദഹിച്ചു പോയില്ലേ? അതും അവരുടെ കർമ്മം തന്നെയെന്ന് പറയാം. ജനങ്ങൾ കർമ്മഫലം അനുഭവിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സൂതൗവാച ഇത്യുക്ത സ തഥേത്യാഹ മഹർഷേർമാനയൻ വചാ സർപ്പസത്രാദ് ഉപരതാഹ പൂജയാമാസ വാക്പതിം ഇതി ഉക്തദാസ. ഇപ്രകാരം പറയപ്പെട്ട അവൻ മഹർഷിയുടെ വാചാവാക്കിന് മാനയൻ മാനിച്ചിട്ട് തഥാ ഇതിയാഹ പ്രകാരം എന്ന് പറഞ്ഞ് സർപ്പസത്രത്തിൽ ഉപരത ഉപരമിച്ചു, പിൻവാങ്ങി വാക്പതി ബൃഹസ്പതിയെ പൂജിച്ചു. സൂതം പറഞ്ഞു, ദേവാചാര്യൻ ഇപ്രകാരം ഉപദേശിച്ചപ്പോൾ ജനമേജയ രാജാവ്, അദ്ദേഹം മഹാത്മാവാണല്ലോ, പരമമഹാത്മാവിൻ്റെ സമാധി അടിഞ്ഞ അച്ഛൻ്റെ മകനാണ്. മഹർഷിയുടെ ബൃഹസ്പതിയുടെ വാക്ക് മനസ്സിലാക്കി ഭഗവാൻ ബൃഹസ്പതിയെ ബഹുമാനിച്ച് ആ വിധം ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്ത് സർപ്പസത്ര അവിടെ അങ്ങോട്ട് അവസാനിപ്പിച്ചു. എന്നിട്ടോ ഭഗവാൻ ബൃഹസ്പതിയെ പൂജിച്ചു ജനമേജയ മഹാരാജാവ്. സൈഷാ വിഷ്ണുർമഹാമായ ബാധ്യയാ ലക്ഷണായ മുഹ്യന്ത്യസ്യാത്മഭൂതാഭൂതേഷു ഗുണവൃത്തിഭി അബാധ്യയായ നശിപ്പിക്കാൻ സാധിക്കാത്ത യാതൊന്നിനാൽ അസ്യേവ ഇവൻ്റെ തന്നെ ആത്മഭൂതാംശായൊരു ഗുണവൃത്തികളാൽ ഭൂതേഷു ഭൂതങ്ങളിൽ മുഹ്യന്തി മോഹിക്കണു. അലക്ഷണ സലക്ഷണത്തെ അതിക്രമിച്ചേക്കണം. അത് വിഷ്ണുവിൻ്റെ മഹാമായ എന്ന് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് അറിവുള്ളവർക്ക് കൂടി ഇപ്രകാരം അബദ്ധം പറ്റണത്? പരീക്ഷിത്ത രാജാവ് മഹർഷിയുടെ കഴുത്തിൽ സർപ്പത്തെ എടുത്തിട്ടിട്ട് ശാപഗ്രസ്തനായി. അദ്ദേഹത്തിൻ്റെ മോനോ നിരപരാധികളായിട്ടുള്ള അനവധി സർപ്പങ്ങളെ സംഹരിച്ചു. ഇതിനൊക്കെ എന്താ കാരണം എന്നുള്ള ആകാംക്ഷയ്ക്ക് സമാധാനം പറയുകയാണ് ഈ ഭഗവാൻ പരീക്ഷത്ത്. നിൻ്റെ ശക്തിക്ക് അധീനരായിട്ട് വിഷ്ണുവിൻ്റെ അന്നാംശഭൂതരായിട്ടുള്ള പ്രാണികൾ ക്രോധനിമിത്തം പ്രാണികളെ തന്നെ ഹിംസിക്കുന്നു അല്ലേ? ആ മഹാശക്തി വിഷ്ണുവിൻ്റെ മഹാമായയാണ്. അതിന് ഭഗവത് ഭക്തി കൊണ്ട് മാത്രമല്ലാണ്ട് മറ്റൊന്നുകൊണ്ടും ജയിക്കാൻ ആർക്കും സാധ്യമല്ല. അത് ഇന്ന വിധരിക്കണമെന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഭഗവാന്റെ അംശങ്ങളായിരിക്കണ ജീവന്മാരെ തന്നെ ഭഗവത്മായ മോഹിപ്പിക്കണോണ്ടുകൊണ്ടാണ് ഇപ്രകാരം മറ്റൊരുത്തനെ ഹിംസിക്കുകയും മറ്റും ചെയ്യണേന്ന് സാരം. ജ്ഞാനിനാം അഭിചേതാംസി ദേവീ ഭഗവതീ സാ ബലാത് ആകൃഷ്യമോഹായ മഹാമായ പ്രയച്ഛതി. ദേവി മഹാത്മ്യത്തിൽ കാണുന്ന അഭിപ്രായം ഇവിടെ വ്യക്തമാക്കിയേക്കണു. നയത്ര ദംഭിത്യ ഭയാവിരാജിതാ മായാത്മവാദേ സകൃത് ആത്മവാദിഭി നയത് വിവാദോ വിവിധ തദാശ്രയോ മനശ്ച സങ്കൽപ്പ വികൽപ്പ വൃത്തി യത്ര യാതൊരുത്തല്ല അയം ദംഭീവൻ ഇവൻ കപടവാൻ എന്ന സകൃത് പലപ്പോഴും തോന്നണോ? തത്രമായ അവനിലുമായ ആത്മവാദം ചെയ്യപ്പെട്ടപ്പോൾ ഭയരഹിതമായിട്ട് വിരാജിത വിശേഷമായിട്ട് പ്രകാശിക്കണില്ല. യാതൊരുത്തനിൽ തദാശ്രയമായയ്ക്ക് ആശ്രയമായിട്ടുള്ള വിവാദമില്ലയോ? തസ്മിൻ മായാന അവനിൽ മായയില്ല. യാതൊന്ന് സങ്കല്പ വികല്പ വൃത്തി, സങ്കല്പവും വികല്പ എന്നുള്ള വൃത്തിയോട് കൂടിയതാണോ? താത്മനാച ആ മനസ്സും എത്രന യാതൊരുത്തനിലില്ലയോ? തസ്മിൻ മായാന അവനില്ല മായയില്ല എന്ന്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മായയും ആ മായ ചെയ്യണ അനർത്ഥത്തെയും എങ്ങനെയാണ് നമുക്ക് കടക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യത്തിന് ഭഗവാൻ ശ്രീവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണൻ്റെ സ്വരൂപം നിരന്തരം മനനം ചെയ്ത് അല്ലേ, ഇങ്ങനെ ചിന്തിച്ച് ആ വിചാരത്താൽ അറിഞ്ഞ് ഭജിക്കണമുണ്ട് സർവ അനർത്ഥത്തിനും നിവൃത്തി ഉണ്ടാവും എന്നുള്ള സാരം സൂചിപ്പിച്ചുകൊണ്ട് ശാസ്ത്രാർത്ഥത്തെ ഇതുപോലെ 5 ശ്ലോകം കൊണ്ട് ഉപസംഹരിക്കുകയാണ്. ഒരു പുരുഷൻ ആത്മാവല്ലാത്ത ദേഹത്തിലും ഇന്ദ്രിയങ്ങളിലും അഭിമാനിച്ചാൽ, ഞാനാണെന്ന് അഭിമാനിച്ചാൽ അവൻ സത്യവാനല്ല, കപടമുള്ളവനാണെന്ന് ഏതൊരു പുരുഷനെ കുറിച്ച് ജനങ്ങൾക്ക് വിചാരിക്കാൻ ഇടവരും. അപ്പോൾ അത്രയധികം ദേഹാത്മബോധം ഉറച്ചവനെ പറ്റിയാണ് പറയണേ കേട്ടോ. അങ്ങനെയുള്ള ജീവാത്മാവിൽ മായ നിർഭയമായിട്ട് പ്രവേശിക്കും. തൻ്റെ കാര്യങ്ങൾ രാഗദ്വേഷാദിഭാവങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദേഹാത്മബോധം ഇങ്ങനെ ഉറച്ച് അഹങ്കാരം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നവരിലാണ് മായ കൂടുതൽ പ്രവേശിച്ച് എല്ലാം പ്രകടിപ്പിക്കുക.
യാതൊരുത്തരും മഹാവാക്യങ്ങൾ നിരൂപണം ചെയ്ത് ആത്മസ്വരൂപം അറിയാൻ നിരന്തരം പരിശ്രമിക്കണോ? യാതൊരുത്തരിൽ മായാഗുണങ്ങൾ നിമിത്തമുള്ള വിവിധ വാദങ്ങളില്ലാണ്ടിരിക്കണോ? സങ്കല്പ വികല്പ വൃത്തികൾക്ക് ആശ്രയമായിരിക്കണ മനസ്സ് യാതൊരുത്തരിലില്ലയോ? അവരെ മായ ബാധിക്കില്ല. അപ്പോൾ നിരന്തര ഉപാസനയും സാധനയൊക്കെ ചെയ്ത് ആത്മസാക്ഷാൽ നിരന്തരം മനനം ചെയ്ത് ഭാഗവതം വായിച്ച് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കണവർക്ക് എൻ്റെ അടുത്തേക്ക് മായക്ക് അവിടെ ഒരു പ്രവൃത്തിയില്ല എന്ന് പറയാം. സങ്കല്പ വികല്പ വൃത്തികൾക്ക് ആശ്രയമായിരിക്കണം മനസ്സ് യാതൊരുത്തരിലില്ലയോ? അവരെ മായ ബാധിക്കില്ല. അവരിൽ ഭയപ്പെട്ടോളപ്പോലെ ഭേദഭാവന ജനിപ്പിക്കാൻ മായയ്ക്ക് സാമർഥ്യമില്ല. വാദത്തിന് വിശേഷമാണ് ഈ സമസ്വരൂപനായിട്ടുള്ള ആത്മാവിൻ്റെ സത്യസ്വരൂപത്തെ അറിഞ്ഞവർ വിശേഷത്തെ അതിക്രമിച്ചവരായതുകൊണ്ട് അവർക്ക് വസ്തുസംബന്ധമായിട്ടുള്ള വാദമില്ല. അപ്പോൾ സങ്കല്പ വികല്പങ്ങൾക്ക് കാരണമായിട്ടുള്ള വിശേഷത്തിൻ്റെ നാശത്തോടുകൂടി മനസ്സും നശിച്ചുകൊണ്ട് നിരുപാധികമായിട്ടുള്ള ആത്മാനന്ദം അനുഭവിച്ചിരിക്കുന്ന മുക്തന്മാരെ പരമഹംസന്മാരെ മായയ്ക്ക് ബാധിക്കാൻ ശക്തിയില്ല. ഇപ്പോൾ നിർവികൽപ്പ സമാധി പോണ പരമഹംസന്മാരെ മായയ്ക്ക് ബാധിക്കാൻ ശക്തിയില്ല എന്ന് പറയാം. തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായയാ ദുർജയയാ മാം ബ്രുവന്തി ജഗൽ ഗുരും വിലജ്ജമാനയായസ്യ സ്ഥാതുമീക്ഷാപഥേ അമുയാ വിമോഹിതാ വിഗദ്ധന്തി മമാഹം ഇതി ദുർധിയ എന്നുള്ള ബ്രഹ്മസ്തുതി പരമാത്മസ്വരൂപൻ ആയിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പരമാർത്ഥ തത്വം അറിയാത്തവരെ മാത്രമേ മായ ബാധിക്കുള്ളൂ എന്നുള്ള സംഗതി സ്പഷ്ടാക്കണം. നയത്ര സൃജ്യം സൃജതു ഭയൂപരം ശ്രേയശ്ച ജീവ ത്രിഭിരന്വിതത്വഹം തദേതത് ഉത്സാദിതബാധ്യബാധകം നിഷിധ്യ ചൂർമീൻ വിരമേത് സ്വയം മുനിം. നയത്ര സൃജ്യം സൃജതു ഭയൂപരം ശ്രേയശ്ച ജീവ ത്രിഭിരന്വിതത്വഹം തദേതത് ഉത്സാദിതബാധ്യബാധകം നിഷിധ്യ ചൂർമീൻ വിരമേത് സ്വയം മുനി. എത്ര യാതൊന്നിൽ സൃജതാ സഹകാരകവർഗത്തോടുകൂടി സൃജ്യം സൃഷ്ടിക്കപ്പെടാൻ യോഗ്യമായിട്ടുള്ള കർമ്മവും ഭയോ രണ്ടുപേരുടെയും പരം സാധ്യമായിട്ടുള്ള ശ്രേയസ്സും ത്രിഭി അന്വിത മൂന്നിനോടും ചേർന്നിരിക്കുന്ന അഹം ജീവ അഹങ്കാര സ്വരൂപമായിട്ടുള്ള ജീവനും ന ഇല്ലയോ? ഉത്സാദിത ബാധ്യബാധകം നിരസിക്കപ്പെട്ടിരിക്കുന്ന ബാധ്യബാധ ഭാവത്തോടുകൂടിയ ഇത് തത് ആത്മത്വമാണ്. മുനി മനശീലൻ ഊർമീൻ ചലനങ്ങളെ നിഷിധ്യ നീക്കം ചെയ്തിട്ട് വിരമേ വിശേഷേണ ആനന്ദിക്കുന്നു പറയാം. അപ്പോൾ മാത്രമല്ല സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന കർമ്മവും സൃഷ്ടി സാധനങ്ങളും സൃഷ്ടിയാൽ പ്രാപിക്കപ്പെടാൻ യോഗ്യങ്ങളായിട്ടുള്ള സുഖദുഃഖങ്ങളും അവയെ അനുഭവിക്കാൻ കർത്താവായിരിക്കുന്ന ഞാൻ എന്ന ഭാവത്തോടു കൂടിയ ജീവനും യാതൊരു ഭഗവാനിലില്ലയോ? ബാധ്യബാധക ഭാവത്തെ അതിക്രമിച്ചിരിക്കുന്ന ഈ തത്വമാണ് പരമാത്മാവ് കൃഷ്ണൻ. ആ വിചാരത്താൽ ഈ സത്യനില സാക്ഷാത്കരിച്ച മുനി സമുദ്രജലത്തിൽ തോന്നിയ നൊര, ചുഴി, അല്ലേ, തിരമാല, ഈ വഹഭേദങ്ങളെയൊക്കെ ജലം മാത്രമായിട്ട് കാണുന്ന പോലെ നൊര വേറെ, ചുഴി വേറെ, തിരമാല വേറെ എന്നുള്ള ഭേദഭാവമൊക്കെ വിട്ട് വെള്ളം മാത്രമായിട്ട് കാണും പോലെ അഹങ്കാരാദി ഭേദങ്ങൾ പരമാത്മാവിൻ്റെ അധിഷ്ഠാനത്തിൽ തോന്നിയ ചലനങ്ങൾ മാത്രമാണെന്ന് അറിഞ്ഞ് അതിനെയൊക്കെ നീക്കം ചെയ്ത് ലോകാതീതമായിട്ടുള്ള നിത്യാനത്തെ അനുഭവിച്ചുകൊണ്ട് പ്രപഞ്ചം എന്ത് ചെയ്യുന്നു? വിരമിക്കണം. പരംപദം വൈഷ്ണവമാമനന്തി തത് എന്നേതി നേദിത്യ തത് ഉത്സിസൃക്ഷവാവിസൃജ്യ ദൗരാത്മ്യം അനന്യസൗഹൃദാഹൃദോപ ഗുഹ്യാവസിതം സമാഹിതൈ. തത് അതിനെ വൈഷ്ണവം വിഷ്ണുവിനെ സംബന്ധിച്ച പരംപദം പരമപദാണ് ആമനന്തി പറയണു. അനന്യസൗഹൃദ അന്യത്തിൽ സൗഹാർദ്ദത്തോടു കൂടാത്തോരും നേതി ഇതി അല്ല എന്ന് നിശ്ചയിച്ചിട്ട് അതിദുത്സിസൃക്ഷവ അതിന് അന്യായതിനെ തള്ളിക്കളയാൻ ആഗ്രഹിക്കണു. ഒരു ദുരാത്മഭാവത്തെ വിസൃജ്യ കളഞ്ഞിട്ട് സമാഹിത ഈ ഇന്ദ്രിയങ്ങളടക്കിയോരാൽ ഹൃദ മനസ്സുകൊണ്ട് ഉപഗുഹ്യാലിംഗനം ചെയ്തിട്ട് അവസ്ഥിതം ഗ്രഹിക്കപ്പെട്ടിരിക്കണു വിചാരശീലർ ഏതൊരു വസ്തുവിനെ സാക്ഷാത്കരിച്ചിട്ട് അലൗകിക ആനന്ദമഗ്നരായിട്ട് വിഹരിക്കണോ അത് തന്നെ മായാതീതായിരിക്കണ വൈഷ്ണവപദം എന്ന് അനുഭവിച്ചൂര്.
പറയണു. അങ്ങനെ അനുഭവിച്ചറിഞ്ഞു ഒരു അഭ്യാസക്രമം വിവരിക്കുകയാണ്. അവർക്ക് ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനോട് മാത്രമല്ലാണ്ട് വേറൊരു വിഷയത്തിൽ പരമപ്രേമില്ല. എന്താ വെച്ചാൽ മറ്റുള്ളതെല്ലാം ജഡങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ടേ ദേഹേന്ദ്രിയാദികളെ ദൃശ്യങ്ങളായിട്ട് കണ്ടുകൊണ്ട് ദ്രഷ്ടാവായിട്ടുള്ള ആത്മാവല്ലാന്ന് ഉറച്ച് ദേഹത്തെ ഇന്ദ്രിയങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ് തന്നാലറിയപ്പെടുന്ന സകലത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന ബോധാനന്ദ സ്വരൂപനാണ് അവനവൻ തന്നെയെന്ന് അനുഭവിച്ചറിഞ്ഞ് നിർവികൽപ്പ സമാധി പോയാലേ അതൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ദേഹമല്ല, ഇന്ദ്രിയല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ചിത്തമല്ല, അഹങ്കാരമല്ല. ചിത്തം കേട്ടോ, അഹങ്കാരമല്ല. ഇതിൽ നിന്ന് അന്യായതും ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനസ്വരൂപനായിരിക്കണതാണ് ആത്മാവെന്ന് ഹൃദയത്താൽ അറിഞ്ഞിട്ട് ഇന്ദ്രിയവൃത്തികളെല്ലാം അടക്കി ആനന്ദസ്വരൂപമായിരിക്കണ ജീവൻ മുക്തന്മാരുടെ അനുഭവം തന്നെ സർവാതീതമായിട്ടുള്ള വൈഷ്ണവ പദത്തെ ബോധിപ്പിക്കുന്ന പ്രമാണം. അപ്പോൾ ആ വൈഷ്ണവപദത്തെ പ്രമിക്കുന്ന പ്രമാണം നിർവികൽപ്പ സമാധിയിൽ ഋഷിമാരനുഭവിക്കുന്ന ആ ബ്രഹ്മാനന്ദം തന്നെയാണെന്ന് സാരം തത്വമസ്യ. അത് ഈ മഹാവാക്യങ്ങളാവണ ശ്രുതി പ്രമാണങ്ങളെ ഗുരുമുഖത്തുനിന്ന് ശ്രവിക്കുക, അതിനനുസരിച്ച് മനന നിധിധ്യാസനാദികൾ അഭ്യസിക്കുകയും ചെയ്യണതിൻ്റെ ഫലമായിട്ടുണ്ടാവണ അനുഭവത്താൽ വൈഷ്ണവത്തെ അറിയണമല്ലാണ്ട് മറ്റൊരു വിധത്തിൽ അറിയാനോ അറിയിക്കാനോ കഴിയില്ല എന്ന് സാരം. ഏതത് അധിഗച്ഛന്തി വിഷ്ണുര്യത് പരമം പദം അഹം മമേതി ദൗർജന്യം നയേഷാം. ദേഹഗേഹജം ദേഹത്തീന്നും ഗേഹത്തിൽ ഭവനത്തീന്നും ജനിക്കണവും അഹം മമൈതി ഞാനെന്ന് എൻ്റേതും ഭാവിക്കണമായിട്ടുള്ള ദൗർജന്യം ദോഷഭാവം ഏഷാന യാതൊരു തർക്കില്ലയോ തേ അവർ വിഷ്ണുവിൻ്റെ പരമം സർവോത്കൃഷ്ടമായിട്ടുള്ള ഏതത് പദം യാതൊരു സ്ഥാനത്ത് അധികച്ഛന്തി പ്രാപിക്കുന്ന ഈ നില പ്രാപിക്കാൻ ഉചിതരായിട്ടുള്ള അധികാരികളെ കാണിക്കുകയാണ്. ഏതൊരുത്തരുടെ മനസ്സിൽ ശരീരത്തിൽ ഞാനെന്നും ഗൃഹധനധാന്യാദികളിൽ എൻ്റേതെന്നുള്ള ദോഷഭാവം തോന്നാതിരിക്കണോ അവർ വിഷ്ണുവിൻ്റെ സർവോത്കൃഷ്ടസ്ഥാനമായിട്ടുള്ള പരമസാക്ഷാത്കാരജന്യമായിട്ടുള്ള പരമപദം പ്രാപിക്കും. അപ്പോൾ ശരീരത്തിൽ ഞാനാന്നും ഭാര്യയിലും പിള്ളേരിലും ധനത്തിലും ഗൃഹത്തിലൊക്കെ എൻ്റേതെന്നുള്ള ഭാവം ആർക്ക് തോന്നാണ്ടിരിക്കുന്നു അവർ വിഷ്ണുവിൻ്റെ സർവോത്കൃഷ്ടമായിട്ടുള്ള സ്ഥാനത്തെ പരമസാക്ഷാത്കാരജന്യമായിട്ടുള്ള പരമാനന്ദം പ്രാപിക്കും. അതിവാദാം തിദിക്ഷേത നാവമന്യേത കഞ്ചനാനചേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനചിത്. അതിവാദാൻ നിന്ദാവചനങ്ങളെ തിദിക്ഷേത ക്ഷമിക്കണം. കഞ്ചന ആരെയും ന അവമന്യേത അവമാനിക്കരുത്. ഇമം ദേഹമാശ്രിത്യ ശരീരത്തെ ആശ്രയിച്ചിട്ട് കേജിത് ആരോടും വൈരത്തെ ന കുർവീത ചെയ്യരുത്. ആ നില പ്രാപിക്കാനുള്ള ഉപായം പറയുകയാണ്. ദേഹാദികളിൽ ഞാനെന്നും ഗൃഹാദികളിൽ എൻ്റേതെന്നുള്ള അഭിമാനം മുഴുവൻ കളഞ്ഞ് അവിവേകികൾ ചെയ്യണ നിന്ദാവചനങ്ങൾ സഹിച്ച് ആരെ അവമാനിക്കാണ്ട് ദേഹാഭിമാനം നിമിത്തം വിരോധഭാവം ഇല്ലാണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനെന്നും ഗൃഹാദികളിൽ എൻ്റേതെന്നുള്ള അഭിമാനമൊക്കെ കളഞ്ഞ് അവിവേകികളെ ഇന്ന് നിന്ദാവചനങ്ങളൊക്കെ സഹിച്ച് ആരെ അവമാനിക്കാണ്ട് ദേഹാഭിമാനം നിമിത്തം വിരോധഭാവം ഉണ്ടാവാണ്ടിരുന്നോളണം. നമോ ഭഗവതേ തസ്മൈ കൃഷ്ണായ ഗുണ്ഠമേധസേ യത്പാദാംബുരുഹധ്യാനാത് സംഹിതാം അധ്യഗാമിമം അഗുണ്ഠമേധസ. അപ്രതിഹതായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധിയോടുകൂടിയ ഭഗവതേ തസ്മൈ കൃഷ്ണായ ഭഗവാനായിട്ടുള്ള കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. യത്പാദാംബുരുഹധ്യാനാത് യാതിരത്തിൻ്റെ പാദകമലധ്യാനം മൂലം ഇമാം സംഹിതം ഈ സംഹിത അധ്യഗാം ഞാൻ അധ്യയനം ചെയ്തേക്കണം. അപ്പോൾ ശാസ്ത്രസമാപ്തിയിൽ ഗുരുവിനെ വന്നിക്കാണ്. യാതൊരു ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ ചരണാരവിന്ദ ധ്യാനം മൂലം ഈ ഭാഗവത സംഹിത ഞാൻ അറിഞ്ഞു. ജ്ഞാനാദികളായിട്ടുള്ള 6 ഗുണങ്ങളുടെയും പരിപൂർണ സ്ഥാനഭൂതനും സൂക്ഷ്മ ബുദ്ധിയാൽ ഭഗവത് തത്വ സാക്ഷാത്കരിച്ചിരിക്കുന്ന ആ കൃഷ്ണനായിക്കൊണ്ട് വേദവ്യാസ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ നമ്മളിന്ന് 35-ാം ശ്ലോകത്തിൽ നിർത്തിയിട്ട് നാളെ 36 തുടങ്ങും. ശ്രീഹരി നമ ശ്രീഹരി നമ ശ്രീഹരി നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഇവിടെ ഭഗവാൻ ശ്രീശുകൻ്റെ
ഭാഷണം കഴിഞ്ഞു. ഇനി ശൗനകാദി ഋഷിമാരെയാണ് നമുക്ക് നാളെ നോക്കാം.